ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചാണ്. അതായത് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, പലർക്കും നമ്മുടെ ഷോർട്ട് വീഡിയോ എങ്ങനെ എടുക്കും, അതുപോലെ തന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നതിനെക്കുറിച്ച് പല ഡൗട്ട്സും ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് കുറച്ച് ലെങ്ത് ഉണ്ടാവും, ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പായി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ഷോർട്ട് വീഡിയോയിൽ തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണെങ്കിൽ, ഓക്കെ, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണെങ്കിൽ നമുക്കതിൽ തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെല്ലാം നമ്മൾ ഡയറക്റ്റ് യൂട്യൂബ് പോയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിൽ തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. പിന്നെ വേറൊന്ന് എന്താ വെച്ചാൽ, നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 59 സെക്കൻഡ് വരെയൊക്കെ ഉള്ള വീഡിയോസ് നമുക്ക് ഇതിലിടാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഡയറക്റ്റായിട്ടാണ് ഇടുന്നതെങ്കിൽ അതിൽ 15 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എങ്ങനെ പിടിക്കുന്നത് വെച്ചാൽ, നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ ഫോൺ പിടിക്കണം. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് പിടിക്കാൻ പാടില്ല. ഇനി ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കലാക്കി മാറ്റിയിട്ട് വേണം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഡയറക്റ്റ് യൂട്യൂബ് ആപ്പിലൂടെ എങ്ങനെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ ID ഉപയോഗിച്ച് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻ്റർഫേസിൽ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ കിട്ടുന്ന ഓപ്ഷൻസ് ക്രിയേറ്റ് ഷോർട്ട് എന്നതിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ബീറ്റ വേർഷനിലാണ് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. നമുക്ക് പിന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയിലും ഒക്കെ നമുക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് താഴെ ഒരു റെഡ് കളർ ബട്ടൺ കാണാൻ പറ്റും. അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, നമ്മൾ അത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ റെക്കോർഡിങ് ആവുന്നത് നമുക്ക് അത് കാണാൻ സാധിക്കും. ഇനി അത് പ്രസ് ചെയ്തിട്ട് നമുക്കതിന് മുകളിലോട്ടോ താഴോട്ടോ വയ്ക്കാൻ നമുക്ക് അതിന് സൂം ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴോട്ടോ സൈഡിലോട്ടോ ആക്കുമ്പോൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുത്ത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡിൽ അവിടെ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന് വേണ്ട ആവശ്യമുള്ള മ്യൂസിക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മലയാളം നടിച്ചു കൊടുത്താൽ മലയാളം മ്യൂസിക് അതിൽ നമുക്ക് വരും. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആ മ്യൂസിക് എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു ടെക്സ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ട്രിം ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസ് എന്തെങ്കിലും കട്ട് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസിനെ അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് കട്ട് ചെയ്യുക. ശേഷം നമുക്ക് ഇനിയിപ്പോൾ മുകളിൽ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ഓക്കെ, ആ നെക്സ്റ്റ് എന്ന ബട്ടൺ എന്തൊക്കെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് കിട്ടും. ആ ഇൻ്റർഫേസിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, അതുപോലെ തന്നെ പബ്ലിക് ആണ്. അവിടെ നമ്മൾ വീഡിയോ അൺലിസ്റ്റ് ആക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ ഓക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പ് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബ് ആപ്പ് ഉപയോഗിച്ച് ഷോർട്സ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രീതി. ഇനി നമ്മൾ പറയുന്നത് ഒരു റെക്കോർഡായിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് നമ്മുടെ ഷോർട്സിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇനി നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അത് നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ഷോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് ഷോർട്ട്, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഒരു ഗാലറീൻ്റെ പിക്ചർ. അതിലൂടെ നമ്മൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുന്നതുകൊണ്ടാണെങ്കിൽ ഒരു ആലോന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഗാലറി ഓപ്പൺ ആയി. നമുക്കിവിടെ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്, നമുക്ക് 59 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതാണ് ഈ ഒരു വീഡിയോ ആണ്, ഞാനിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണിത്. അപ്പം ഇത് നമുക്ക് മ്യൂസിക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വീഡിയോ ട്രിം ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണോ ടെക്സ്റ്റ്, എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ
റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നേരത്തെ കണ്ട പോലെ തന്നെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ടൈറ്റിൽ ഏതെങ്കിലും ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തും നമുക്ക് എഴുതാൻ പറ്റും. ഇത് എഴുതിയിട്ട് അതിനുശേഷം ഒരു ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം അത് നിർബന്ധമായിട്ട് നമ്മൾ ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അത് നമുക്ക് ടൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോഴും ഇതേപോലെ നമ്മൾ ഷോർട്സ് ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടാഗ് കൊടുക്കുമ്പം ടാഗിലും കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്സ് എന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ് എന്ന് മാത്രം എഴുതുന്നത്. ടൈറ്റിൽ നിങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഹാഷ് ഇട്ട് ഷോർട്സ് എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ഇവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കണം. പബ്ലിക് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിവിടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കണം. ഓക്കെ, ഇവിടെ അൺലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക. ഇനി സെലക്ട് ഓഡിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഓഡിയൻസ് നമ്മൾ സെലക്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇറ്റ്സ് ദിസ് മെയ്ഡ് ഫോർ കിഡ്സിനുള്ളതല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ, ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, അപ്ലോഡ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്ലോഡ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അപ്ലോഡ് ഇത് നമ്മൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ആയി. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ മറ്റേ അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് നമ്മൾ മറ്റേത് എടുത്തത്, അപ്പോൾ അതേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതേ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോ നമ്മളിവിടെ വന്നിട്ട് കാണും. ആ വീഡിയോയിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം. ആ വീഡിയോയിൽ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വീഡിയോയിൽ തന്നെ ഒരു പെൻ ഐക്കൺ കാണാൻ പറ്റും. അതൊരു ഷെയർ, ഒരു പെൻ ഐക്കണും അതൊക്കെ കാണാൻ പറ്റും. ആ പെൻ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോക്ക് വേണ്ട ടൈറ്റിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന് അതൊക്കെ കൊടുക്കാൻ പറ്റും. ടൈറ്റിൽ നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷനാണ് വരുന്നത്. നേരെ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്നുള്ളത് അതെന്തായാലും കൊടുക്കണം. മറ്റേത് നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ ടൈറ്റിൽ കൊടുത്ത അതേ വേർഡ്സും കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഹാഷ് ഇട്ട് ഷോർട്സ്, അങ്ങനെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വീഡിയോ നമ്മൾ പബ്ലിക് ആക്കണം. ഇനി അൺലിസ്റ്റഡ് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റുഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പബ്ലിക് ആക്കണം. ഓക്കെ, പിന്നെ ഓഡിയൻസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് അങ്ങനെ ആക്കി വെക്കാം. ഓക്കെ, ഇനി പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഏത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നെക്സ്റ്റ് ടാഗ് കൊടുക്കാം. ടാഗും ഇതുപോലെ തന്നെ നമുക്ക് ഹാഷ് ഇട്ടിട്ട് ഷോർട്സ്, അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ, അതുപോലെ തന്നെ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത്, ഏത് വീഡിയോ ചെയ്യുന്നത്, ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഏത് വീഡിയോനെ കുറിച്ച് ചെയ്യുന്നു ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിതിന് ടാഗിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടാഗ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പം സേവ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ സേവ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു കാര്യം മറന്ന് നമുക്ക് എന്താ പറയുക, നമ്മൾ തമ്പനയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പെൻ ഐക്കൺ കണ്ടിട്ടുണ്ടാവും. ആ പെൻ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം തമ്പനയിൽ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ പുതിയ ഐഡിയ ആയതുകൊണ്ടാണ് ഇവിടെ കസ്റ്റം തമ്പനയിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു പേജ് വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്താ പറയുക, കസ്റ്റം തമ്പനയിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ അത് നേരെ ഗാലറിയിലേക്ക് ഓപ്പണായി വരും. ഓക്കെ, അപ്പം ഇങ്ങനെ കസ്റ്റം തമ്പനയിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് തമ്പനയിൽ ഏതാ വേണ്ടത് ആ ഒരു പിക്ക് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തമ്പനയിൽ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തമ്പനയിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ്, എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നമുക്ക് എന്തില്ല, തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ വീഡിയോ പബ്ലിക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈം ഷെഡ്യൂൾഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏത് ടൈമിനാണ് ഇത് ഷെഡ്യൂൾഡ് ചെയ്തത് ആ ടൈം ആകുമ്പം നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവും.
ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഷോർട്സ് വീഡിയോ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഷോർട്സ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്സ് വീഡിയോ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. അപ്പം ഷോർട്സ് വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബും അതുപോലെ വ്യൂസൊക്കെ പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഷോർട്സ് വീഡിയോ എഡിറ്റ് അതുപോലെ ഷോർട്സ് വീഡിയോ ചെയ്യാൻ വേണ്ടി പരമാവധി എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ടാറ്റാ.